ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കനാന ഉസ്താദ് അവറുകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സദസ്സിലാരും സലാം അടക്കാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ وما لم يشاء لم يكن ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله العلي العظيم ما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹ ആദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, നേതാക്കൾ, സഹോദര സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട അമലുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെയും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കന്യാണ കേന്ദ്രീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾ സംഘടിപ്പിച്ച ഒരു മഹത്തായ സംരംഭമാണിത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു പുണ്യകാര്യവുമാണ്. നമുക്ക് ദീർഘകാലം നേതൃത്വം വഹിച്ച നമ്മുടെ നാട്ടിനെ വലിയ ശാന്തിയിലും സമാധാനത്തിലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആ സംശുദ്ധമായ ആദർശത്തിലും ആശയത്തിലും അടിയുറപ്പിച്ച് വളരെ നല്ല നിലക്ക് നമ്മെ നയിച്ച, അതുപോലെ തന്നെ ഒരുപാട് മഹല്ലത്തുകളെ ഖാലി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നയിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ ലവലേശം വിട്ടുവീഴ്ചയില്ലാത്ത ആദർശധീരനായ ബഹുമാനപ്പെട്ട സയ്യിദുന ഖുറത്തു സാദാത്ത് അസ്സയ്യിദ് ഫസൽ ഖയമ്മ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹ് വനഫഅനാ ബിബറകതിഹി ഫിദ്ദാറൈൻ ആമീൻ. മഹാനവറുകളുടെ അനുസ്മരണയാണ്. ദിക്റു സ്വാലിഹീന കഫാറ. ഇത്തരം കാര്യങ്ങൾ മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമാണ്. അങ്ങനെയുള്ളൊരു പുണ്യകർമ്മമാണിത്. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളെ കുറിച്ചു എന്നേക്കാൾ ഏറെ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്കും സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും പറയാനുണ്ട്. അത്രമാത്രം ഗുണങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. സ്വന്തം അനുഭവങ്ങൾ ധാരാളമുണ്ട്, ഉണ്ടാക്കി പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അത്രയും വലിയ പദവിയിലേക്ക് എത്തിയത് കാണാനൊരു ചെറിയ മനുഷ്യനാണെങ്കിലും പദവി വളരെ വലുതാണ്. വഫാത്തിൻ്റെ സമയത്താണ് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടത്. എട്ടിക്കുളം പരിസരത്ത് ഒരു മനുഷ്യനും പ്രവേശിക്കാൻ ഇടയില്ലാത്ത രൂപത്തിൽ ആയിരങ്ങൾ അവിടെ ചെന്നെത്തി.
സഅദിയയിലെത്തുമ്പോൾ അതുപോലത്തെ വലിയൊരു ജനക്കൂട്ടം. ഉള്ളാളത്തെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ കൂടിയതാണ് അവിടെ. ഭയങ്കരമായ തിരക്കായിരുന്നു മയ്യിത്ത് നിസ്കരിക്കാൻ. കൂറത്തെത്തുമ്പോൾ അതിനേക്കാളപ്പുറം ഇങ്ങനെ ആയിരക്കണക്കിലുള്ള ആളുകൾ വഫാത്തിൻ്റെ സമയത്ത് ചെന്നെത്തണമെങ്കിൽ ഒരു സാധാരണ ആളാണെങ്കിൽ അങ്ങനെ പോകാറുണ്ടാവുകയില്ല, ഉണ്ടായിട്ടില്ല. എത്ര വലിയ നേതാക്കൾ ഇവിടെ മരണപ്പെട്ടിട്ടും ആ നിലക്കൊരു ജനങ്ങൾ സംഘടിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അത് മഹാനായ തങ്ങളവർക്ക് അല്ലാഹു തആല കൊടുത്ത ആ ഉയർന്ന പദവിയുടെ ഒരു ലക്ഷണമാണ്. ആളുകളുടെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നു വഫാത്തിൻ്റെ സമയത്ത് ജനങ്ങൾ കൂടുതലായി ഒരുമിച്ച് കൂടുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് 8 ലക്ഷത്തോളം ആളുകൾ, അല്ലേ, 8 ലക്ഷത്തോളം ആളുകൾ സമ്മേളിച്ചിട്ടുണ്ട് എന്ന ആളുകളുടെ പെരുപ്പം ആ വഫാത്തായ ആളുടെ മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നു. ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സ്നേഹിതർ ജബ്ബാർ സഖാഫി ഉസ്താദ് അവറുകളുണ്ട്. വലിയ പ്രഭാഷകനാണ്, സുന്നി പ്രവർത്തകനാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആവേശകരമായ രൂപത്തിൽ നമുക്ക് ഇവിടെ അനുസ്മരണ പ്രഭാഷണം നമുക്ക് നടത്തിത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഉയർത്തിയാൽ അതിലേക്കൊരു പരിധി ഉണ്ടാവുകയില്ല. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കും കയ്യില്ലാത്ത കൊടുതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഒരാളെ അല്ലാഹു തആല സ്നേഹിച്ചാൽ, ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്താൽ. പക്ഷേ ഏറ്റെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ജീവിതം മുഴുവനും പരിശുദ്ധമായിരിക്കണം, സംശുദ്ധമായിരിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ചില നിയമങ്ങൾ റബ്ബ് നമുക്ക് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അടിമ ജീവിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രമപ്രകാരം ഇവിടെ നടത്തി പോരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹബ്ബത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവറുകളുടെ ജീവിതം ചെറുപ്പകാലം മുതൽക്ക് തന്നെ ബന്ധവും പരിചയമുള്ളൊരു മഹാനാണ്. ഉള്ളാളത്തായിരുന്നു. തൻ്റെ പഠനം താജുൽ ഉലമയുടെ ശിഷ്യനുമാണ്. താജുൽ ഉലമയുടെ തർബിയത്തിൽ വളർന്നതുമാണ്. താജുൽ ഉലമയുടെ പുത്രനും ആണ്. അത് തന്നെ മതിയല്ലോ മഹത്വം പറയാൻ. സയ്യിദാണ്. സയ്യിദന്മാരുടെ മഹത്വം പിന്നെ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ല. അവർ ഈ ലോകത്തേക്ക് കാവലാണ്. അംബിയ മുർസലിങ്ങൾ ഈ ലോകത്തേക്ക് കാവലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തേക്ക് കാവലാണ്. ഇവിടെ മുസീബത്തുകൾ വരുന്നതിനെ തൊട്ട് തടയാൻ കാരണക്കാരാണ് അല്ലാഹുവിൻ്റെ മഹത്തുക്കൾ. അഹ്ലു ബൈത്ത് പ്രത്യേകിച്ചും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യമുള്ള കാലഘട്ടത്തിൽ അല്ലാഹു തആല ഈ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയില്ല. അത് റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹു തആല നൽകിയ കാവലാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം, ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണ്, അവിടുത്തെ വഫാത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് ഇവിടെ അല്ലാഹു തആല നിശ്ചയിച്ചത് അഹ്ലു ബൈത്തിനെയാണ്. ആ അഹ്ലു ബൈത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ലോകം ഒന്നായി നശിക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. അവർ അതിലേക്ക് കാവലായി അല്ലാഹു തആല നിയമിക്കപ്പെട്ടതാണ്. ആ അഹ്ലു ബൈത്ത് ഖിയാമ നാൾ വരെ ഇവിടെ നിലനിൽക്കും. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടുകൂടെ ഈ ലോകം അവസാനിക്കുകയാണ്. പിന്നെ ഇവിടെ നിലനിൽപ്പില്ല. അഹ്ലു ബൈത്ത് അവസാനിക്കുമ്പോൾ ലോകം ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. ആ നിലക്ക് ഈ ലോകത്തേക്ക് കാവലായി നിശ്ചയിക്കപ്പെട്ട ആളുകളാണ് അഹ്ലു ബൈത്ത് റസൂലുള്ളാഹ്. എന്തേ ഉണ്ടാത്തെ? അഹ്ലു ബൈത്ത് റസൂലുള്ളാഹ്. പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ അർത്ഥം. ഇനി പറയുന്ന ഉസ്താദിൻ്റെ വേല അങ്ങനെ ശ്രദ്ധിക്കാതായി പോകണ്ട, ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ റസൂലുള്ളാഹിന്റെ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട മഹാനാണല്ലോ ഖുറത്തു സാദാത്ത്, താജുൽ ഉലമയുടെ പുത്രനാണ്. ആരാണ് താജുൽ ഉലമ? സുബ്ഹാനല്ലാഹ്.
താജുൽ ഉലമയെക്കുറിച്ച് പറയേണ്ട. നമ്മുടെ നാട്ടിൽ 40-ലധികം വർഷകാലം ഇവിടുത്തെ നേതൃത്വമായിരുന്നു. ഇന്നും അവിടുത്തെ ആത്മീയ നേതൃത്വം നമുക്ക് നിലവിലുണ്ട്, മുറിഞ്ഞു പോയിട്ടില്ല. അവിടുത്തെ പേര് പറഞ്ഞാൽ ആരും നമ്മളെ സ്വീകരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഞങ്ങൾ മർക്കസിൽ പോയി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ കാണാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും ഉസ്താദ് അവറുകളെ കാണാൻ വേണ്ടി വരുന്നു. 10 മണിക്ക് ശേഷമാണ് സമയം. കല്യാണത്തിൽ നിന്ന് വരുന്നു എന്നുള്ള വിവരം അവിടെ അറിഞ്ഞപ്പോൾ സുബ്ഹി നിസ്കരിച്ച് ബുഖാരി ക്ലാസ്സിന് പോകുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഞങ്ങളെ പ്രത്യേകമായി അവിടെ ക്ഷണിച്ചു. ഓ, തങ്ങളുടെ ആളുകളല്ലേ, താജുൽ ഉലമാൻ്റെ ആളുകളല്ലേ കല്യാണക്കാർ. പലപ്പോഴും ഞങ്ങളോട് താജുൽ ഉലമ കല്യാണക്കാരെ പറ്റി പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്. അങ്ങനെ ആരെയും പറയാറില്ല. ഖാലിസായ സുന്നികളാണ് എന്ന് കല്യാണ ജമാഅത്തുകാരെ കുറിച്ച് പറയാറുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ വേച്ചിൽ തന്നെ ഉസ്താദിനെ കാണാനും കഴിഞ്ഞു. അത് താജുൽ ഉലമാനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ആ ചാൻസ് നമുക്ക് ഇവിടെ കിട്ടിയത്. താജുൽ ഉലമ ഈ കർണാടകയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കാണുന്ന മുഴുവൻ പള്ളികളും എന്ന് പറയാം, മദ്രസകൾ, പള്ളികൾ, ദർസുകൾ, അതിൻ്റെ കുറ്റിയടിക്കലും അതിൻ്റെ ഉദ്ഘാടനം ചെയ്യലും ഇത് മുഴുവനും ബഹുമാനപ്പെട്ട തങ്ങളവർ താജുൽ ഉലമയാണ്. ഇതിൻ്റെ പരിസര ദക്ഷിണ കന്നഡയിലെ അധിക ഭാഗത്തും, അതിൻ്റെ അപ്പുറം അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഇതിൻ്റെ പരിസരം മുഴുവനും ബഹുമാനപ്പെട്ട താജുൽ ഉലമാനെ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെയും സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ദർസുകളും മദ്രസകളും നീണ്ട 60-ലധികം വർഷകാലം ഒരേ ഒരു സ്ഥലത്ത് വെച്ച് തദ്രീസ് ദർസ് നടത്തി. ആ ദർസ് നടത്തൽ കൊണ്ട് വലിയ 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 ബഹർ പോലത്തെ ആലിമീങ്ങളെ വാർത്തെടുത്തു. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവറുകൾ, ഇങ്ങനെ തുടങ്ങിയ ബഹുമാനപ്പെട്ട UK ആറ്റക്കോയ തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ബഹറുൽ ഉലൂമുകളെ അവിടുന്ന് വാർത്തെടുക്കുകയും അത് സമൂഹത്തിൻ്റെ പിന്നെ നന്മയ്ക്ക് വേണ്ടി, ദീനീ പ്രബോധനത്തിന് വേണ്ടി നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും പറഞ്ഞേക്കുകയും അങ്ങനെ നമ്മുടെ കർണാടകയിൽ മൊത്തം മാത്രമല്ല കേരളത്തിലും മുദരിസമാരായിട്ടും മുഅല്ലിമീങ്ങളായിട്ടും ഖതീബുമാരായിട്ടും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നേരിട്ടുള്ള ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും ആ ഒരു പാരമ്പര്യത്തിലാണ് ഉള്ളത്. ഇത്രയെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്തു. ഈ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ച മഹാനായ താജുൽ ഉലമ വലിയ പദവിയാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുത്ബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞതാ, ഞാൻ ദർസ് നടത്തിയിട്ടാണ് ഖുത്ബായത്, ഖുത്ബിൻ്റെ സ്ഥാനത്തിനെ എത്തിച്ചത്. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സമയമില്ല, പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യവുമല്ല. അപ്പോൾ ഖുത്ബീങ്ങളുടെ സ്ഥാനത്തിനെ എത്തിച്ചത് ദർസ് നടത്തൽ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള മഹത്തായ ദർസ് ദീർഘകാലം നടത്തിയൊരു മഹാനാണ്. ആ മഹാനായ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രനാണല്ലോ ഖുറത്തു സാദാത്ത്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ദിക്റുകളും തസ്ബീഹുകളും അല്ലാതെ അനാവശ്യമായി ആരോടും ഒരു കൂടി സംസാരിക്കാന്നുള്ള സ്വഭാവമേ ഇല്ല. ചങ്ങായിമാരായി ഒന്നിച്ച് നടക്കല്, ചങ്ങായിപ്പാടിൽ കൊഞ്ചി കൈ വെച്ച് നടക്കല്, അല്ലെങ്കിൽ ബജാറിൽ നടക്കല്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ചായ കുടിക്കല്, ഇങ്ങനത്തെ ഒരു സ്വഭാവവുമില്ല. ഒരു സംശുദ്ധമായ ജീവിതമായിരുന്നു ചെറുപ്പകാലം മുതൽക്ക് തന്നെ. ദർസിൽ പോയി ക്ലാസ്സിന് കൂടും, പിന്നെ വന്നിട്ട് കിതാബ് പഠിക്കും, പിന്നെ ഇബാദത്തിലായിട്ട് ഇങ്ങനെ കൂടലാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട താജുൽ ഉലമ പോകുന്നിടത്തേക്കെല്ലാം പോകും. അവിടെ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്തെല്ലാമാണ് പറയുന്നത്, ഏത് രൂപത്തിലാണ് മഹല്ലത്തുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, അതൊക്കെയും വേണ്ടതുപോലെ മനസ്സിലാക്കി അതേ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും. അതാ അവിടുത്തെ വഫാത്തിനടുത്ത സമയത്ത് താജുൽ ഉലമ പറഞ്ഞു, എൻ്റെ ശേഷം എൻ്റെ മകൻ, പല മഹല്ലത്തുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളാളത്ത് നായിബായി നിയമിച്ചിട്ടുമുണ്ട്. നമ്മളോട്
അത് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഒരു കുറേ കാലത്തേക്ക് നമുക്ക് ഖാലിയായി വന്നിട്ടുമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു, പഠിച്ചു, സയ്യിദാണ്, ആലിമാണ്, തഖ്വയോടുകൂടെ ജീവിച്ച ആളാണ്. അതിൻ്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തതിൻ്റെ ഫലമാണ് ഈ ലോകത്ത് മുഴുവൻ ആളുകളും ആ മനുഷ്യനെ സ്നേഹിക്കുന്നതും ആ മനുഷ്യനെ തേടിയെത്തുന്നതും ആ മനുഷ്യനെ കൊണ്ടുള്ള ആ ഗുണങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് തേടിയെത്തുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ മഹബത്ത് വെച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ജിബ്രീലെ, ഇന്ന മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കണം. ജിബ്രീൽ സ്നേഹിക്കുന്നു. ആകാശ ലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയുന്നു, ഓ മലക്കുകളെ, എന്നാൽ ഇന്ന മനുഷ്യനെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട്, ഞാനും സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ എല്ലാ മലക്കുകളും അദ്ദേഹത്തെ സ്നേഹിക്കും. ഭൂമിയിൽ അതാ അവർക്ക് പ്രത്യേകമായ ഖബൂലുണ്ടാകുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തിൽ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ സ്നേഹിക്കാത്തവർ? ആരാണ് അവിടത്തേക്ക് എത്താത്തവർ? ഏതെല്ലാം രൂപത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് അവിടെ ചെല്ലുന്നത്? പരിഹാരം കിട്ടിയിട്ടല്ലാണ്ട് തിരിച്ചു പോകാറില്ല. വളരെ വിനയമുള്ള സ്വഭാവമാണ്. ആർക്കും പെരുമാറാം, ആർക്കും ഏത് സമയത്തും സംസാരിക്കാം. ഭക്ഷണ സമയത്ത് സംസാരിക്കാം, അല്ലാത്ത സമയത്തും സംസാരിക്കാം, യാത്രയിലും സംസാരിക്കാം, ഏത് സമയത്തും ആർക്കും പോയിട്ട് ബന്ധപ്പെടാം. അത്രയും ഒരു തവാളു ഉള്ള താഴ്മയുള്ളൊരു വ്യക്തിത്വമാണ് മൻ തവാളഅ റഫഅഹുല്ലാഹ്. അതിൻ്റെ ഫലമാണ് അല്ലാഹു തആല പരിധിയില്ലാത്ത സ്ഥാനത്തേക്ക് ഉയർത്തിയത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതിനെ ശിക്ഷിക്കാറില്ല. ഇല്ല അയ്യന്തഹക ഹുർമത്തുല്ലാഹ്. അള്ളാന്റെ ദീന്റെ കാര്യത്തിൽ വല്ല കോട്ടവും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ കഠിനമായ പ്രതികരണമാണ് ഉണ്ടാവുക എന്നതുപോലെ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് അവരുടെ വ്യക്തിത്വം വ്യക്തി ജീവിതവും പെരുമാറ്റം വളരെ തവാളുവും താഴ്മയും വിനയമുള്ളതാണെങ്കിൽ വല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമോ അല്ലെങ്കിൽ വല്ല നിയമങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും ശബ്ദിക്കുകയോ പറയുകയോ പ്രവർത്തിക്കാനേ ഒരുങ്ങുകയോ അറിഞ്ഞാൽ സിംഹഗർജനത്തോടുകൂടെ നേരിടുകയാണ്. ലവലേശം വിട്ടുവീഴ്ചയില്ലാത്ത ആദർശധീരനാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. ആ മഹാനവറുകളെ അല്ലാഹു ഏറ്റെടുത്തതിൻ്റെ പേരിൽ അതാ അവിടുത്തെ കൊണ്ട് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാ നിലക്കുള്ള പ്രശ്ന പരിഹാരങ്ങൾ ലഭിച്ചുകൊണ്ടുണ്ടായിരുന്നു. പലരും ആ ഗുണം ലഭിച്ചവരാണ്. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞയച്ച ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോന്നിൻ്റെ ഉദാഹരണം ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല. ആ മഹാനായ ഖുറത്തു സാദാത്ത് അത് വേണ്ടതുപോലെ അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാഫി ഉസ്താദ് അവറുകൾക്കാണ്. അവർ അത് വേണ്ടതുപോലെ പറയും. പിന്നെ തങ്ങൾ വന്നാൽ കൂടുതൽ സംസാരിക്കാൻ അവസരമുണ്ടാവുകയില്ല. അതുകൊണ്ട് എൻ്റെ സമയം ഞാൻ ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാഫി ഉസ്താദ് അവറുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലും പിരിയലും പൊരുത്തപ്പെട്ട അമലായി നമ്മൾ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനെ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്ത് നൽകുമാറാകട്ടെ. ഖുറത്തു സാദാത്ത് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട്, താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട്, അവരുടേതായ മദദ് കൊണ്ട് അല്ലാഹു നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.